നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മാനനീയരായ പഠിതാക്കൾക്കും വിനീതമായ താമസം. ഏകാദശം 10ാം അധ്യായത്തിലെയും 13 എടുക്കുന്നേ. അതെ സാർ. ഏകാദശം 10ാം അധ്യായം ശ്ലോകം 13. 12 വരെ കഴിഞ്ഞ ദിവസം എടുത്തത്. ആചാര്യോരണാദ്യാത് അന്തേവാസിത്തരാരണി തത് സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. വൈശാരദീഫാദി വിശുദ്ധ ബുദ്ധൻ ധുനോതിമായം ഗുണസംപ്രസൂതാം ഗുണാംശം ദക്ഷ്യേഥാത്മമേത് സ്വയം ശാമ്യത്യസമിദ്യഥാഗ്നീം. വൈശാരദി ഫാ അതി വിശുദ്ധ ബുദ്ധി. വൈശാരദി വിശാരദമായ, വിശാരദയെ സംബന്ധിക്കുന്ന, വിശാരദ സാമർഥ്യമാണ്, നൈപുണ്യമാണ്, കഴിവാണ്. വൈശാരദിയായ ഫാ അതിവിശുദ്ധ ബുദ്ധി, അതിവിശുദ്ധമായ ആ ബുദ്ധി, നിർമ്മലമായ ജ്ഞാനം, പുനോതി മായാം ഗുണസംപ്രസൂതാം, ഗുണസംപ്രസൂതാം മായാം ധുനോതി, ത്രിഗുണങ്ങളിൽ നിന്നും പ്രസവിച്ചുണ്ടായ മായയെ തുളച്ചു മാറ്റും. എന്തിനാണ് ഇങ്ങനെയുള്ള നിർമ്മലമായ പരിശുദ്ധമായ ആത്മജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞത്? ആ ആത്മജ്ഞാനം മാത്രമേ മായയെ ഇല്ലാതാക്കാൻ കഴിയൂ. വൈശാരദി ഫാ അതിവിശുദ്ധ ബുദ്ധി ഗുണപ്രസൂതാമായാം ധുനോതി. ഗുണാശ്ച സന്ദഹ്യ യഥാത്മമേതത് സ്വയം ച ശാമ്യതി അഫമിൻ യഥാഗ്നി. ഗുണാംശ്ച സന്ദഹ്യ, ഗുണങ്ങളെയും ദഹിപ്പിച്ചിട്ട് ഗുണസംപ്രസൂതിയായ മായയെ തുളച്ചു മാറ്റുന്നു എന്ന് മാത്രമല്ല, ഗുണാംശ്ച സന്ദഹ്യ, ത്രിഗുണങ്ങളെയും ദഹിപ്പിച്ചിട്ട് യഥാ ആത്മം ഏതത്, ഏതത് ഈ യഥാത്മാ ഗുണരൂപമായ അതിൻ്റെ നാശത്തെ അസമിത്ത്, വിറകില്ലാത്ത അഗ്നി യഥാ തീ എന്ന പോലെ സ്വയം ച ശാമ്യതി, തന്നെത്താൻ ശമിക്കുന്നു. അഗ്നി ചെയ്യുന്നത് വിറകിൽ കൂടി കത്തിക്കയറി വലുതായിട്ട് വിറക് തീർന്നാൽ സ്വയം ശമിക്കുന്നു. ആത്മജ്ഞാനം മായയെ ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല, മായയിൽ നിന്നുണ്ടായ ത്രിഗുണങ്ങളെ കൂടി ഇല്ലാതാക്കും. കാരണം വീണ്ടും വീണ്ടും ഈ ത്രിഗുണത്തിൽ വ്യാപരിച്ചിരിക്കുന്ന മനുഷ്യന് എപ്പോഴെങ്കിലും ഈ മായ പിടികൂടാം എന്നുള്ളത് കൊണ്ട് ആ ത്രിഗുണങ്ങളെ കൂടി നശിപ്പിച്ച് ഇനി ഒന്നും നശിപ്പിക്കാനില്ലെന്ന് കണ്ടാൽ അഗ്നി തന്നെ കട്ടടങ്ങുന്നത് പോലെ ഈ അജ്ഞാനത്തെ മുഴുവൻ നശിപ്പിച്ച് ഈ അഗ്നി ജ്ഞാനമാകുന്ന അഗ്നി ശാന്തമാകും.
ഈ ജ്ഞാനം കൊണ്ടാണ് പലത് എന്നുള്ള ബോധം, ദ്വൈതാധികളായ ബോധങ്ങൾ ഈ ജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്, അറിവ് കൊണ്ടാകും ഉണ്ടാകുന്നത്. പക്ഷേ ആത്മജ്ഞാനം ആ ബുദ്ധിയെയും കൂടി നശിപ്പിക്കും. അഗ്നി പലതരത്തിലുള്ള സമിത്തുകളെ നശിപ്പിച്ചിട്ട് തന്നെത്താൻ കെട്ടടങ്ങുന്ന പോലെ അങ്ങനെ ജ്ഞാനം വിശുദ്ധമാകും, പരിശുദ്ധമാകും. ജ്ഞാനാഗ്നി സർവകർമാണാം ഭസ്മഫത്കുരുതേ അർജുന എന്ന് ഗീതയിൽ പറയും. ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മമാക്കി മാറ്റുന്നു. ഭസ്മഫത്കുരുതേ. യഥാർത്ഥമായി ജ്ഞാനിക്ക് ഈ തന്റെ അവസ്ഥയല്ലാതെ മറ്റൊന്നിനെയും കാണാൻ പറ്റില്ല. ദേഹബന്ധനങ്ങൾ മുഴുവൻ നശിച്ചു പോകും. ഞാനെന്ന് അഭിമാനിച്ചിരുന്ന എന്തിനെയൊക്കെയാണോ, ശരീരത്തെയും ഇന്ദ്രിയത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ജീവനെയും ഒക്കെ അഭിമാനിച്ച ആ അഭിമാനങ്ങൾ മുഴുവൻ നശിച്ച് ഇല്ലാണ്ടാകും, ജ്ഞാനം ഉണ്ടാകും. ഗുണങ്ങളും ഗുണമുണ്ടാകാനുള്ള കാരണവും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെവിടെ നിലനിൽക്കും? ഏതുപോലെയാണ് സമിത്തുകളാകുന്ന ഹവിഫുകളൊക്കെ കത്തിത്തീർന്നാൽ പിന്നെ അഗ്നി ശമിക്കല്ലേ ഉള്ളൂ വഴി. ഇതുപോലാണ് അജ്ഞാനത്തെ മുഴുവനും, അതിൽ നിന്നും ഉണ്ടായ ഈ ജഗത്തിനെയും ഈ അജ്ഞാനത്തെയും ജഗത്ത് നിലനിൽക്കുന്നു എന്ന ബോധത്തെയും നശിപ്പിച്ചതോടുകൂടി സമസ്ത അജ്ഞാനവൃത്തികൾ നശിച്ച് ശാന്തമാകും. ഇതാണ് അദ്വൈതാവസ്ഥ. ഇത് തന്നെയാണ് സർവാത്മഭാവം. ഇതാണ് നേടിയെടുക്കേണ്ടത്. അഗ്നി, സൂര്യൻ, യമൻ തുടങ്ങിയിരിക്കുന്ന അനേകം ദേവതകളെ ഉപാസിച്ച് ഹവിസ്സും യജ്ഞവും ചെയ്യുന്നത് കൊണ്ട്, ഹവിസ്സവും യജ്ഞം ചെയ്യുന്നതുകൊണ്ട് തുച്ഛമായ സ്വർഗം ആദിയായ സുഖം ലഭിക്കാൻ പോവാം. പക്ഷെ മോക്ഷാർത്ഥിക്ക് ശ്രവണമന്നാദി പ്രവൃത്തികളെക്കാൾ ഉജ്ജ്വലമായ ജ്ഞാനാഗ്നി സംസാര ദുഃഖത്തിന്റെ ആത്യന്തികമായ നാശമാണ്. തൽക്കാലത്തേക്കല്ല, ആത്യന്തികമാണ്. അതുകൊണ്ട് ബാഹ്യമായ അഗ്നിക്കും ആത്മജ്ഞാനമാകുന്ന അഗ്നിക്കും ഒരു തുല്യതയാണ്. ആ ഉദാഹരണം എടുത്തു കാണിച്ചതാണ് ഗുണാംശ സന്ദേഹ്യ യഥാത്മം ഏതത് സ്വയം ച ശാമ്യതി അസമിത് യഥാഗ്നി ശാമ്യത്യസമിത്യഗ്നി എന്നാണ്. അസമിത്ത് അഗ്നി, സമിത്തില്ലാത്ത അഗ്നി, വിറയില്ലാത്ത അഗ്നി യഥാ ശാമ്യതി, എങ്ങനെ ശാന്തമാകുന്നുവോ സ്വയം ശാമ്യതി. നാനാത്വബുദ്ധിയും മായയും ത്രിഗുണങ്ങളുമെല്ലാം കത്തിച്ചാമ്പലായി കഴിയുമ്പോൾ ഈ അഗ്നി താനെ ശമിക്കും. പക്ഷെ അഗ്നി ഇല്ലാണ്ടാവില്ല. ആ ചാരത്തിൽ, ആ തീക്കനൽ അഗ്നിയുണ്ട്. ഒന്ന് ഊതി കത്തിച്ചാൽ വീണ്ടും കത്തി ജ്വലിച്ചു വരും. നമ്മൾ പറയും വിറകൊന്നും ഇല്ലാത്തതുകൊണ്ട് തീ കെട്ടും. തീ കെട്ടു തൽക്കാലം, പക്ഷെ അത് വീണ്ടും എന്ത് ചെയ്താൽ ഉജ്ജ്വലിച്ചു വരാം. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം. അത് അജ്ഞാനത്തെ ദഹിപ്പിച്ചാൽ പിന്നെ അജ്ഞാനം ഉണ്ടാവില്ല, വരില്ല. വിറകുകളെ ദഹിപ്പിച്ചാൽ പിന്നെ വിറക് തിരിച്ചു വരില്ല. പിന്നെ വേറെ വിറക് കൊടുത്തല്ലേ പറ്റുള്ളൂ. അതുപോലാണ് അജ്ഞാനത്തെ മുഴുവൻ ജ്ഞാനാഗ്നി കൊണ്ട് ദഹിപ്പിച്ചാൽ ഈ ദഹിച്ചുപോയ അജ്ഞാനം പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. അത് ജ്ഞാനിയുടെ യഥാർത്ഥ സ്വഭാവമാണ്. വൈശാരദീഫാദി വിശുദ്ധ ബുദ്ധൻ തുനോതിമായം ഗുണസംപ്രഭൂതാം
ഗുണാംശ്ച സന്ദഹ്യേതാത്മമേതൽസ്വയം സാമ്യത്യസമദ്യഥഗ്നീൻ വൈശാരദീപാദിവിശുദ്ധബുദ്ധൻ തുനോതി മായം ഗുണസംപ്രസൂതാം ഗുണാംശ്ച സന്ദഹ്യേതാത്മമേതൽസ്വയം സാമ്യത്യസമദ്യഥഗ്നീൻ വൈശാരദീപാദിവിശുദ്ധബുദ്ധത്തുനോതി മായം ഗുണസംപ്രസൂതാം ഗുണാംശ്ച സന്ദഹ്യേതാത്മമേതൽസ്വയം സാമ്യത്യസമദ്യഥഗ്നീൻ അഥൈഷം കർമ്മകർത്തॄണാം ഭോക്തॄണാം സുഖദുഃഖയോ നാനാത്വമഥ നിത്യത്വം ലോകകാലാഗമാത്മന. അനന്തരം യേഷാം ഇവകൾക്ക്, ഈ ജീവന്മാർക്ക് കർമ്മകർത്തॄണാം ഭോക്തॄണാം സുഖദുഃഖയോ, കർമ്മങ്ങളെ ചെയ്യുന്നവർ കർമ്മകർത്ത, അതിന്റെ ഫലം അനുഭവിക്കുന്ന ഭോക്താക്കൾ, കർത്താക്കളുണ്ട്, ഭോക്താക്കളുണ്ട്. കർമ്മം ചെയ്യുന്നവർ, ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവർ. സുഖദുഃഖയോഹോ, അവർക്ക് സുഖദുഃഖങ്ങളുടെ ഫലത്തെയാണ് ഭോക്താവ് അനുഭവിക്കുന്നത്. ഏതെങ്കിലും കർമ്മം ചെയ്താൽ അതുകൊണ്ട് ഒന്നുകിൽ ദുഃഖം അല്ലെങ്കിൽ സുഖം ഏതെങ്കിലും ഒന്ന് മാറി മാറി അനുഭവിക്കാൻ വരും. അങ്ങനെയുള്ള ജീവന്മാർക്ക് നാനാത്വം അഥ നിത്യത്വം, അവർക്ക് നാനാത്വവും നിത്യത്വവും അനേകമാണെന്നുള്ള അവസ്ഥയും നാശമില്ലാത്ത അവസ്ഥയും നിത്യമായിരിക്കുന്ന അവസ്ഥയും, ഇത് രണ്ടും 4 വിധത്തിലാണ് ലോക കാല ആഗമ ആത്മന. ലോകകാലാഗമാത്മനാം, ലോകം, കാലം, ആഗമം ശാസ്ത്രങ്ങളാണ്, വിധികളാണ്. ആത്മാവ് ഈ 4 ഘടകങ്ങൾക്ക് അനേകത്വവും നിത്യത്വവും നാശയില്ലായ്മയും ഈ കർമ്മകർത്തൃക്കൾക്കും ഭോക്തൃക്കൾക്കും സുഖദുഃഖങ്ങൾ പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുതൽ ഇതിനു മുമ്പ് പഠിച്ച 5 ശ്ലോകങ്ങളുടെ ഒരു പൗർവാപര്യമായ ആത്മസ്വരൂപത്തെ കുറിച്ചുള്ള ചിന്തയുടെ ഒരു പൂർവപക്ഷം അവതരിപ്പിക്കാൻ പോവാം. എന്തെന്നാല് ഇതിനു മുമ്പ് ഒരു ശ്ലോകത്തില് ആത്മസ്വരൂപം എന്താണെന്ന് പറഞ്ഞപ്പോൾ വിലക്ഷണ സ്ഥൂല സൂക്ഷ്മാതെന്ന് 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. വിലക്ഷണം സ്ഥൂല സൂക്ഷ്മത്തെ വിലക്ഷണം ദേഹാത്മാ ഈക്ഷിത ഫുദൃക്ക് യഥാഗ്നോ ദാഹ്യ ദാഹോ അന്യപ്രകാശക എന്ന് പറഞ്ഞ അതേ ആശയമാണ് ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. അവിടെ തുടങ്ങി അദ്വൈതത്തിന്റെ, ആത്മജ്ഞാനത്തിന്റെ, അതുകൊണ്ട് മാത്രമാണ് ലോക ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ പറ്റുന്നത് എന്ന് സ്ഥാപിച്ചു വെച്ചപ്പോൾ ഒരു പൂർവപക്ഷം അവതരിപ്പിക്കാൻ പോവാണ്. ആത്മാവ് സ്വയമേവ പ്രകാശിക്കുന്നവനാണ്. അതിന് രണ്ട് ഘടകമുണ്ട്, ഒന്ന് കർത്താവ്, ഒന്ന് ഭോക്താവ്. ഈ 2 വിപരീത ഭാവവും നശിച്ചിട്ട് സർവാത്മാവായിരിക്കുന്ന ഞാൻ തന്നെയാണെന്ന പരമാർത്ഥജ്ഞാനം ഉണ്ടായത് കൊണ്ടാണ് അദ്വൈത സിദ്ധി ഉണ്ടായത് എന്നാണ് ഇതുവരെ പറഞ്ഞു വെച്ചത്. ഇനിയും ഈ ആക്ഷേപം, ഇതിന് ഒരു പൂർവപക്ഷം വേണമെങ്കിൽ ഉണ്ടാവാം. എന്താണ് പൂർവപക്ഷം? മീമാംസകന്മാരാണ് ശാസ്ത്രത്തിൽ പൂർവപക്ഷം ഇവിടെ കൊണ്ടുവരുന്നത്. അവരുടെ പൂർവപക്ഷത്തിന് സമാധാനം വ്യാസൻ തന്നെ പറയാം.
നമുക്ക് മീമാംസന്മാരെ അറിയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ചിന്ത ഉണ്ടാവാറുണ്ട്. എന്താണ്? അവര് ആത്മാവ് ഏകമാണെന്ന് സമ്മതിക്കുന്നില്ല. ആത്മാവ് അനേകമാണ്, ആത്മാവ് അനിത്യവുമാണ്. ഇതാണ് മീമാംസകന്മാരുടെ വാദം. കാരണം ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യുന്നു. അത് ഓരോരുത്തർക്കും സുഖമായി തോന്നുന്നു, അല്ലെങ്കിൽ ദുഃഖമായി തോന്നുന്നു. അപ്പൊ ഈ സുഖദുഃഖങ്ങളുടെ കാരണം ഒന്നല്ലല്ലോ. ഒന്നാണെങ്കിൽ എല്ലാവർക്കും സുഖമല്ലേ വരണ്ടേ? തന്റെ ജീവാത്മഭാവം കൊണ്ട് ഒരാൾ ചെയ്തു. ഇപ്പൊ കർത്തൃത്വം ഭോക്തൃത്വം ജീവാത്മാവിനാ ഉള്ളത്. ആ ജീവാത്മാവിനെ താൻ കർത്താവായിരിക്കുന്നു, താൻ അനുഭവിക്കുന്നവനായിരിക്കുന്നു എന്ന് ഒരേ സാധനം തന്നെ ഒരേപോലെ സുഖഹേതുവോ ദുഃഖഹേതുവോ അല്ല. കാരണം ഒരേ കർമ്മം ചെയ്യുന്ന അനേകം ജീവാത്മാക്കൾക്ക് ഒരേപോലെ സുഖവും അല്ല ഉണ്ടാകുക. ഒരേ കർമ്മം 10 പേര് ചെയ്താൽ 10 പേർക്കും സുഖമല്ലേ ഉണ്ടാവേണ്ടത്? അല്ലല്ലോ. ഒരേ കർമ്മം 10 പേര് ചെയ്താൽ ചിലർക്ക് ദുഃഖം, ചിലർക്ക് സുഖം. അപ്പൊ വാസ്തവത്തിൽ ദുഃഖങ്ങളുടെ ഹേതു ഈ ഒന്നെന്ന ആത്മാവ് ആണോ? ആണ് എന്നാണല്ലോ പറഞ്ഞുകൊണ്ടുവന്നേ. ഞാനെന്ന ഒരു അറിവ് എല്ലാവർക്കും ഉണ്ട്. ഈ അറിവിലൂടെയാണ് ജീവനെ അറിയപ്പെടുന്നത്. ഞാൻ എന്ന ജീവൻ, എൻ്റെ ജീവൻ, ഞാൻ എന്ന ജീവൻ. ഇതെല്ലാ ദേഹമുള്ളവർക്കും ഈ ഭാവമുണ്ട്. പുഴു മുതൽ ആന വരെയുള്ള സമസ്ത ജീവജാലങ്ങൾക്കും ഞാൻ എന്ന ഭാവം ഉണ്ട്. പക്ഷേ ഓരോരുത്തരെയും ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവ് ഓരോന്നാണ്, ഒന്നല്ല. പലരിലും പലതരത്തിലാണ്. അതുകൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും ജീവനുള്ളത് തന്നെ, അതും സമ്മതിക്കാം. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ എല്ലാ ജീവാത്മാക്കളിലും പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വിരക്തി എന്ന സ്വരൂപത്തോടു കൂടിയ ഒരു വൈരാഗ്യം ഉണ്ടാകാൻ അവകാശമില്ലല്ലോ. ഈ കർത്തൃത്വവും ഭോക്തൃത്വവും നിലനിൽക്കല്ലേ ഞാനുള്ളൂ. ഞാനെന്ന ജീവാത്മാവ് ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ഈ പരമാത്മബോധത്തിലേക്ക് പോകാൻ പറ്റുന്നത്. ഞാനില്ലെങ്കിലോ പിന്നെ എവിടുന്നാണ് ഈ പരമാത്മബോധം ഉണ്ടാകുക? അത് എന്നിലല്ലേ ഉണ്ടാവേണ്ടത്. ഈ ജീവാത്മാവെന്ന എന്നിലാണ് ഇതുണ്ടാവേണ്ടത്. അപ്പൊ ജീവാത്മാക്കളൊക്കെ അനിത്യമാണ്, കള്ളത്തരമാണ്, അത് പ്രത്യേകാത്മാക്കളാണ് എന്നൊക്കെ ആണ് പറഞ്ഞു വരുന്നതെങ്കിൽ ഇതില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകാൻ പറ്റും? അപ്പൊ ഇതല്ലേ സത്യമായിട്ടുള്ളത്? ഈ ജീവാത്മാക്കളുടെ നാനാത്വമല്ലേ സത്യമായിട്ടുള്ളത്? സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കാനുള്ള ലോകവും ഇവിടെ തന്നെയാണ്. അതിൻ്റെ കാലവും ഇവിടെ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശാസ്ത്രങ്ങൾ ഇവിടെ തന്നെയാണ്. ജീവനും ഇവിടെ തന്നെയാണ്. ഇവർ തന്നെയാണ് ഈ 4 ഘടകം: ലോക, കാല, ആഗമ, ആത്മാക്കൾ. ജീവാത്മാക്കൾക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ലോകത്താണ്, ഇവിടെ നടക്കുന്ന കാലത്തിലാണ്, ഇവിടെയുള്ള ആഗമവിധികളിലൂടെയാണ്, ഇവിടെയുള്ള ജീവാത്മാക്കൾക്കാണ്. അതുകൊണ്ട് സുഖ അനുഭവങ്ങൾ തരാനുള്ള ഒരു വിളഭൂമിയാണ് ഈ ലോകം. ഈ ലോകം ഇവിടെ ഉണ്ട്, നിലനിന്നെങ്കിലേ അതിൽ നിന്ന് സുഖം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ, അല്ലേ ഇല്ലല്ലോ. ജീവാത്മാവ് അനുഭവിക്കുന്ന സുഖം ഈ ലോകത്ത് നിന്നാണ്. ഈ ലോകം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കാലം,
കാലമാണ് ഇതിനെ നിയന്ത്രിക്കുന്ന സുഖദുഃഖങ്ങളെയൊക്കെ. ചില കാലത്ത് സുഖം, ചില കാലത്ത് ദുഃഖം എന്നിങ്ങനെ വരുന്നതും കാലം കൊണ്ടാണ്. ഇതിനു വേണ്ടിയുള്ള വഴികൾ, മാർഗങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുന്നത് ശാസ്ത്രങ്ങളാണ്. അതുമില്ലാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ജീവനുണ്ട്, അതും വേണം. ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. ഇത് ഉള്ളതാണെങ്കിൽ എല്ലാവർക്കും ഒരേ സമയത്ത് വൈരാഗ്യം ഉണ്ടാവണ്ടേ? അങ്ങനെ ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ട് ലോകാദികൾ നിത്യങ്ങളും ജീവനുള്ള കർത്തൃത്വങ്ങളും സ്ഥിരവും വൈരാഗ്യം അസംഭവ്യവുമാണ് എന്ന് മീമാംസകന്മാരെന്ന വാദികൾ പറയാൻ പുറപ്പെടുകയാണ്. കർമ്മകർത്താക്കള്, ഭോക്താക്കൾ, സുഖദുഃഖങ്ങൾ, നാനാത്വം, നിത്യത്വം ഒക്കെ ഈ ലോകത്തു നിന്നല്ലേ അനുഭവിക്കാൻ പറ്റും. ആർക്ക് അനുഭവിക്കാൻ പറ്റൂ? ജീവാത്മാവൻ. ഇത് മിഥ്യാനില്ലാത്തതെന്ന് പറയാൻ പറ്റുമോ ആണ് മീമാംസകന്മാർ ചോദിക്കാൻ. ഇത് നിലനിൽക്കുന്നുണ്ടല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുക? ആത്മജ്ഞാനം നേടുന്ന ആരാണ്? ഞാൻ. ആര്? ജീവാത്മാവ്. ഞാനില്ലെങ്കിലോ പിന്നെ ആരെ എവിടുന്ന് നേടുക? ഇന്ധനങ്ങളെല്ലാം തീർന്നാ പിന്നെ അഗ്നി എന്ത് ചെയ്യും? കത്താൻ എന്താണ് വഴി? അപ്പൊ വാസ്തവത്തിൽ ഇതിവിടെ നിലനിൽക്കുന്നതല്ലേ, ഉള്ളതല്ലേ, ഇതിനെ അസത്തെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത് സത്തായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതല്ല ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആത്മാവിനെ കണ്ടെത്താൻ പുറപ്പെടേണ്ടത്. അത് ഞാൻ വേണ്ടേ? ജീവാത്മാവ് വേണം. ജീവാത്മാവ് കർമ്മം ചെയ്യണം. ആ ജീവാത്മാവ് കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യാനുള്ള ഉപകരണമായ ഞാനുണ്ട്. ആ ഞാനാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. സുഖവും ദുഃഖവും ഉണ്ടാകും. ആ സുഖദുഃഖങ്ങൾ എനിക്ക് അനുഭവവേദ്യമാക്കാൻ ഇവിടെ ലോകം വേണം. ആ ലോകത്തിൽ കാലമനുസരിച്ചിട്ടാണ് ഇവകൾ അനുഭവിക്കേണ്ടി വരിക. ഇതിനൊക്കെ വിധിക്കുന്ന ആഗമശാസ്ത്രങ്ങൾ ഈ ലോകത്തുണ്ട്. ഇതെല്ലാം അനുഭവിക്കാനുള്ള ജീവാത്മാക്കളുമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നിത്യമല്ലേ? ഇതൊക്കെ അനിത്യമാണെന്ന് പറയാൻ പറ്റുമോ? ഇത് മീമാംസകന്മാരുടെ ഒരു പ്രത്യക്ഷവാദം ഇല്ലയോ സാറേ? അതെ അതെ, പ്രത്യക്ഷവാദം. അവരുടെ പ്രത്യക്ഷവാദം ന്യായമായിട്ട് ഇന്നിപ്പോ ആരും ചോദിക്കാറില്ല. മീമാംസ പഠിച്ചവർക്ക് ചോദിക്കാൻ പറ്റൂ. എങ്കിലും അല്ലാത്തവർക്ക് ചിന്തിക്കാൻ ഒരു വഴി ഇട്ടു തരികയാണ്. ഭാഗവതം കടന്ന് ആലോചിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനെ നിഷേധിക്കുന്നതിൽ അതും കൂടി ഇല്ലാണ്ടാക്കിയിട്ട് വേണം ഇത് സ്ഥാപിക്കാൻ. അതെ, മീമാംസകന്മാർ ചോദിച്ചില്ലെങ്കിലും സാധാരണക്കാർക്ക് ഉണ്ടാകാവുന്ന ഒരു ആശങ്കയാണ് ആശങ്കയാണ്. അതെ, അതിന് മീമാംസ പഠിച്ചില്ലെങ്കിൽ ഈ ആശങ്ക പൂർവപക്ഷം എന്ന രീതിയിൽ ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അതെ. അപ്പൊ ഈ ശ്ലോകം പറയുമ്പോ ഈ പൂർവപക്ഷം പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ശ്ലോകം മനസ്സിലാവില്ല. അതെ, ഈ ശ്ലോകത്തിന് എന്താ പ്രസക്തി എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ അതുകൊണ്ട് ഈ വൈരാഗ്യത്വമൊക്കെ അസംഭവമായിട്ട് വരില്ലേ? വൈരാഗ്യം ഉണ്ടാകേണ്ടത് ആർക്കാണ്? എനിക്കല്ലേ. എനിക്കെന്ന് വെച്ചാൽ ആരാണ്? ഈ ജീവാത്മാവിനെ അതില്ലെങ്കിൽ എങ്ങനെ വൈരാഗ്യം ഉണ്ടാകും? ഭക്തി ഉണ്ടാകേണ്ട ആർക്കാണ്? എനിക്കല്ലേ. ഇതാണ് മീമാംസന്മാരുടെ ചോദ്യം. നല്ല സുന്ദരമായ ഒരു പൂർവപക്ഷമാണ്. അതെ, നമുക്ക് ആർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയത്തെയാണ്. അതെ 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 അതെ. അപ്പൊ പിന്നെ വ്യാസന്റെ കഴിവ് നോക്കണം. താൻ സ്ഥാപിക്കാൻ പോകുന്ന ഇവിടെ കർത്തൃത്വ ഭോക്തൃത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ ജീവാത്മാവ് നിത്യമാണെന്ന് പറയുന്നത് എന്നല്ലേ വരുന്നത്. അത്രമാത്രം അതിനു വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിൽ പിന്നെ അതില്ലെങ്കിൽ പിന്നെ അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ജ്ഞാനാനുഭവം ഉണ്ടാകണമെങ്കിൽ ഇത് വേണ്ടേ? അല്ലെങ്കിൽ ജീവാത്മാവിന്റെ പരമാത്മാവിന്റെ അംശമാണ്. പക്ഷെ അത് അത് അനുഭവിക്കെങ്കിൽ ജീവാത്മാവിന്റെ അത്രേ പറ്റുള്ളൂ. അതെ അതെ അതെ. അപ്പൊ ഇതില്ലെന്നും വേണ്ടെന്നും ഒക്കെ പറയുന്നത് വെറുതെ അല്ലേ എന്ന് ആലോചിക്കാൻ പോവാ.
ഓക്കെ സാർ, ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യം. അതെ അതെ അതെ, ഇത് പഠിച്ചു കഴിഞ്ഞു വരുന്നവർക്ക് അത്ഭുതപ്പെടുന്ന ചോദ്യങ്ങളാ. ഈ വിപരീത ഭാവം നശിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ മീമാംസകന്മാരിൽ നിന്നും പിന്നെ എന്താ പറയുന്നത് വേദാന്തികളുടെ ആ ലെവലിൽ എത്തത്തുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഈ അവൻ തന്നെ അനിത്യവാദം ഒരു വലിയ വാദമുണ്ട്. അതാണ് ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്. മീമാംസ പഠിക്കാൻ നമുക്ക് നല്ല രസമാണ്. ഇപ്പൊ ഭാഗവതം അതിനെ ഒരു പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരികയാണ് മീമാംസ. അതിലെ രസം അഥൈഷാം കർമ്മകർത്തॄണാം ഭോക്തॄണാം സുഖദുഃഖയോ നാനാത്വമഥ നിത്യത്വം ലോകകാലാഗമാത്മനാം. അഥൈഷാം കർമ്മകർത്തॄണാം ഭോക്തॄണാം സുഖദുഃഖയോ നാനാത്വമഥ നിത്യത്വം ലോകകാലാഗമാത്മനാം. അഥൈഷാം കർമ്മകർത്തॄണാം ഭോക്തॄണാം സുഖദുഃഖയോ നാനാത്വമഥ നിത്യത്വം ലോകകാലാഗമാത്മനാം. ഒരുവിധം ആയെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. തീർന്നില്ല, 3 ശ്ലോകം കൊണ്ട് അത് ഉറപ്പിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുക. തുടരണം സാറേ, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കയറി വരുന്നത് ഇല്ല, പെട്ടെന്നാവില്ല. എങ്കിലും ഈ ഒരു വഴി കൂടെ ഒന്ന് വരാം എന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ. മന്യഫേ സർവഭാവാനാം സംസ്ഥാഹ്യ ഉപത്യകേ യഥാം തത്തദാകൃതിഭേന ഭേദേന ജായതേ ഭിദ്യതേ ച ധീഹി. മന്യഫേ സർവഭാവാനാം, എല്ലാ ഭാവങ്ങളുടെയും, ഭാവങ്ങൾ ഉള്ളത് പദാർത്ഥങ്ങൾ. ഈ പദാർത്ഥങ്ങൾ ഭാവപദാർത്ഥങ്ങളാണ്, ഇത് ഉള്ളതാണ്. അവയുടെ സംസ്ഥ, നിലനിൽപ്പ്. സർവഭാവാനാം സംസ്ഥ ഔത്പത്തികി യഥാ, ഉത്പത്തിയെ അനുസരിച്ചാണ് എന്ന പോലെ. സർവഭാവാനാം സംസ്ഥാഹി ഔത്പത്തികി യഥാ, സർവഭാവങ്ങളിലെയും നിലനിൽപ്പ്, സ്ഥിതി ഉൽപ്പത്തിയെ സംബന്ധിച്ച് ആയിരിക്കുന്ന പോലെ. ഒരു വസ്തു നിലനിൽക്കണമെങ്കിൽ അതിന്റെ ഉൽപ്പത്തി അനുസരിച്ചല്ലേ നിലനിൽക്കാൻ പറ്റൂ. അഗ്നിയുടെ സ്വഭാവമല്ലേ കാണിക്കാൻ പറ്റൂ. ജലം ജലത്തിന്റെ അല്ലേ കാണിക്കാൻ പറ്റൂ. വായു വായുവിന്റെ അല്ലേ കാണിക്കാൻ പറ്റൂ. ഉത്പത്തി അനുസരിച്ചിട്ടാണ് അവയുടെ നിലനിൽപ്പ്. അതുപോലാണ് ധീഹി, ബുദ്ധിയും. അടുത്ത വിഷയത്തിലോട്ട് പോവാം. ബുദ്ധിയും അങ്ങനെ തന്നെയാണ്. എന്താ എന്റെ സ്വഭാവം? തത്തത് ആകൃതിഭേദേന ജായതേ ഭിദ്യതേ ച ധീഹി. തത്തത് ആകൃതിഭേദേന, അതാത് വസ്തുക്കളുടെ ആകൃതിഭേദത്തെ അനുസരിച്ചിട്ടാണ് ഭിദ്യതയെ, ഭേദിക്കുന്നതും ജനിക്കുന്നതും എന്ന് മന്യഫേ യതി, വിചാരിക്കുന്നു എങ്കിൽ. അവിടെ പൂർവപക്ഷമാക്കി നിർത്തുകയാണ്. സമസ്ത ഭാവപദാർത്ഥങ്ങളും ഉണ്ടായി നിലനിൽക്കുന്നതാണ്, നശിക്കുന്നതാണ്. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയും അതുപോലെ അല്ലേ? ഒരു പദാർത്ഥം കണ്ടു, വെള്ളം കണ്ടു, വെള്ളമാണെന്നുള്ള ബുദ്ധി ജനിക്കുന്നു. ആ ബുദ്ധി വെള്ളത്തിൽ ഉറച്ചു നിൽക്കുന്നു. വെള്ളം പോയി കഴിയുമ്പോൾ ആ ബുദ്ധി ഉള്ളിൽ ഉപസംഹരിക്കുന്നു. അതില്ലാതെ ഇങ്ങനെ വെള്ളമില്ല. ഇതേപോലെ കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോൾ മുമ്പിൽ ഒരു തടിക്കഷ്ണങ്ങളെ കാണുമ്പോൾ ഇത് തടിയാണെന്ന് ബുദ്ധി ആ വസ്തുവിൽ ജനിക്കുന്നു. അത് ആ ബുദ്ധി ആ തടിയിൽ നിലനിൽക്കുന്നു. തടി മാറി, അല്ലെങ്കിൽ ഞാൻ അവിടെ വിട്ട് സഞ്ചരിച്ച് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ആ ബുദ്ധി പോയി. ഇതുപോലെയാണ് ലോകത്തിലെ സമസ്ത പദാർത്ഥങ്ങളുടെ വൈവിധ്യം പോലെ തന്നെയല്ലേ ബുദ്ധി. അനുഭവിക്കുന്ന ഏതു പദാർത്ഥങ്ങൾക്ക് നാശമുണ്ട്, ഉറപ്പല്ലേ?
ബുദ്ധിയിലാണ് അനുഭവിക്കുക. അതിനൊക്കെ എന്തുണ്ട്? നാശമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രം, ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ നശിച്ചു പോകും. അത് ഉണ്ടായി, ഉപയോഗിച്ചു, നശിച്ചു. വാസ്തവത്തിൽ ഉള്ളതല്ലല്ലോ, ഉള്ളാണല്ലോ നശിച്ചു പോകുന്നത്. ഇതൊക്കെ മായയാണ് എന്ന് പറയാൻ പാടില്ല. എന്തെന്നാൽ മാല, ചന്ദനം, സ്ത്രീയെ തുടങ്ങിയിരിക്കുന്ന സുഖപദാർത്ഥങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഒന്ന് പോയാൽ അതിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് വരും. ഈ മാല ഇനി ഞാൻ ഉപയോഗിക്കില്ല, കാണില്ല എന്ന് പറഞ്ഞ് ആ മാല നശിപ്പിച്ചാൽ ആ സ്ഥാനത്ത് മറ്റൊരു മാല വരും. മാല എന്നുള്ള ആ ഒരു സങ്കല്പം ഈ ലോകത്ത് നശിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ കണ്ട ആ മാലയല്ലേ നശിപ്പിക്കുന്നുള്ളൂ. മാലകൾ ഇനി എത്രയോ ഉണ്ട്. അപ്പൊ സുഖപദാർത്ഥങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്ന് പോയാൽ അതിന്റെ സ്ഥാനത്ത് വേർന്നു വരും. അത് ഉറപ്പാണല്ലോ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു പ്രവാഹം പോലെയാണ്. അതിന് നാശമില്ലല്ലോ. നാശമുണ്ടെങ്കിൽ ഒരു മാല പോയാൽ ലോകത്തിലുള്ള സമസ്ത മാലയും അതോടെ നശിക്കണം. അതില്ല. ഞാൻ മുമ്പിൽ കണ്ട ഈ ഒരു വസ്തുവല്ലേ നശിച്ചുള്ളൂ, ഈ ഒരു തടിയല്ലേ നശിച്ചുള്ളൂ. ഇനിയും എന്തുണ്ട്? ഈ തടി എന്ന് പറയുന്ന ആ സങ്കല്പത്തിലുള്ള പദാർത്ഥം എത്രയോ നിലനിൽപ്പുണ്ട് ഈ ലോകത്ത്. അത് നശിക്കുന്നില്ലല്ലോ. ഇവകളൊക്കെ ഒരിക്കലും ഇല്ലാണ്ട് വരികയില്ല. ഇങ്ങനെ അല്ലാതെ ലോകത്തിന് ഇരിക്കാനും പറ്റില്ല. ന കഥാചിത് അനീദൃശം ജഗത്ത്. ഈദൃശമല്ലാതെ ജഗത്തിന് നിലനിൽക്കാൻ പറ്റില്ല. ജഗത്ത് വേണമെങ്കിൽ ഈ കാണുന്ന വൃക്ഷലതാദികൾ, തടികൾ, മരങ്ങൾ, മണ്ണ്, ജലം, അഗ്നി, വായു ഇതെല്ലാം ഇവിടെ വേണം. ഇതൊക്കെ നശ്വരമാണ് തന്നെ. ഒന്ന് നശിച്ചാൽ മറ്റൊന്ന് വരികയും ചെയ്യും. അപ്പൊ ലോകങ്ങളും ലോകത്തിൽ ഉണ്ടായി വന്ന സുഖപദാർത്ഥങ്ങളും എപ്പോഴും ഉള്ളതായതുകൊണ്ട് അതിനെ സൃഷ്ടികർത്തൃത്വം വഹിക്കാൻ ഒരു ഈശ്വരൻ ആവശ്യമില്ലല്ലോ. അവിടെയാണ് ചോദ്യം വരുന്നത്. ഇതിവിടെ ഉണ്ടായി അറിയുന്ന വസ്തുക്കളല്ലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പക്ഷേ ജഗതോത്ഭവത്തിന് ശേഷമുള്ള കാര്യമേ ഇപ്പം മീമാംസകന്മാർ പറയുന്നുള്ളൂ. അതിന് കാരണവും അതിനു മുൻപുള്ളതിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല, അല്ലേ? ഇല്ല, കാരണം ഇപ്പോഴല്ലേ ഇതാരാ ഇതൊക്കെ അറിയേണ്ടത്? ഈ ജഗത്തിലുള്ള ഞാനല്ലേ. ഞാൻ ഇപ്പൊ ആരാ ഇത് അറിയുന്നേ? അപ്പൊ ഞാൻ സത്യമല്ലേ, വാസ്തവല്ലേ? അതെ. അതായത് ജഗത്തിനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന അവസ്ഥയിൽ ഏതൊരാളിനും തോന്നാവുന്നതാണ് ആ മീമാംസകന്മാർ ഉന്നയിക്കുന്ന ചോദ്യം. ജ്ഞാനെന്ന വസ്തു ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ, അതെ അതെ, ജ്ഞാനമെന്ന ഒരു യഥാർത്ഥമായ സത്യം ലോകത്ത് നിലനിൽക്കുമ്പോഴും അല്ലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതെ. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താ പ്രസക്തി? വിറകില്ലെങ്കിൽ തീ എങ്ങനെ കത്തും? ഇതാണ് ചോദ്യം. ഈ വഴി ചിന്തിക്കുമ്പോൾ ഇത് സത്യമാണ്, ശരിയാണ്, സത്യമല്ലേ? അത് കടന്നിട്ട് അങ്ങോട്ട് പോകണമല്ലോ. അതെ അതെ. എത്ര കാര്യകരണ സഹിതമാണ് ഇത് അവരവതരിപ്പിച്ചു കൊണ്ടുവരിക. നമുക്ക് അത്ഭുതം തോന്നും. ഈ ഇങ്ങനെയുള്ള ചിന്തകന്മാരാണ് ഭാരതത്തിൽ ജീവിച്ചിരുന്നത്. അതാണ് അവിടെയാണ് ചിന്ത. അതെ അതെ. എത്ര കീറി മുറിച്ചാ ചിന്തിച്ചത്. അതെ അതെ. അതുകൊണ്ട് ലോകങ്ങളും അവയുള്ള സുഖപദാർത്ഥങ്ങളും എപ്പോഴും ഉള്ളതായതുകൊണ്ട് അതിനെ ഒരു സൃഷ്ടിയുടെ കർത്തൃത്വം വഹിക്കാൻ പ്രത്യേകിച്ച് ഈശ്വരനെ ആവശ്യമില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകുന്നു, അതിൽ നിന്ന് വേറൊന്നുണ്ടാകുന്നു, അതിൽ നിന്ന് വേറൊന്നുണ്ടാകുന്നു. അതിനുവേണ്ടി ഒരു ഈശ്വരനെ അവിടെ കൊണ്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചേ. ഇപ്പോഴത്തെ യുക്തിവാദികൾ ഇത് തന്നെയല്ലേ പറയുന്നത്. അതിന്റെ അതാണ് ഞാൻ പറയുന്നത്. അപ്പം
ഞാൻ സുഖമുള്ളവൻ, ഞാൻ ദുഃഖമുള്ളവൻ എന്ന് ജനങ്ങൾ പറയുന്നത് പരമാർത്ഥല്ലേ? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്ന് ഓരോ ജനങ്ങളും പറയുന്ന സത്യമല്ലേ? അത് സത്യം 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 സത്യം. അതില്ലാത്തല്ലോ. ആ ലെവലിൽ. അതെ. അതുകൊണ്ട് അത് കൽപ്പിതമാണെന്നോ അത് ഭ്രാന്തിയാണെന്നോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടും ഉണ്ടാവരുതല്ലോ. അതെ അതെ അതെ. ഇതുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സുഖദുഃഖ അനുഭവം പരമാർത്ഥം തന്നെയാണ്, മിഥ്യയല്ല എന്ന് സ്ഥാപിക്കാൻ പോവാം. സ്ഥാപിക്കാൻ എളുപ്പം. സാർ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പൊ ഇവിടെ പാരമാർത്ഥികവും വ്യാവഹാരികവും സത്യവും എല്ലാം കൂടെ മിക്സ് ചെയ്താ വരുന്നത്. അതെ 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 അതെ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ശ്ലോകം പഠിക്കുമ്പോ ഈ വാദം അംഗീകരിപ്പിക്കണ്ടേ? ശരിയാ. അതാണല്ലോ എന്റെ ജോലി. അതെ അപ്പൊ നമ്മുടെ നാരായണ കവചത്തിന്റെ അർത്ഥം ഇല്ലാതായി പോകില്ല ഇവിടെ. അതെ അതെ, അർത്ഥം ഇല്ലാണ്ടായി പോവുകയും ചെയ്യും. അതാണ് പറയാൻ വരുന്നതല്ല. അപ്പം ഈ നാരായണ കവചം അർത്ഥം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഈ ജ്ഞാനം നേടാൻ ഞാൻ വേണ്ടേ? ഇതൊക്കെ മിഥ്യയാണ്, വെറുതെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞാൽ ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ മിഥ്യയാണ്. സുഖവും ദുഃഖവും മിഥ്യയാണെങ്കിൽ ജ്ഞാനവും മിഥ്യയാണ്. ഇല്ലാന്ന് പറയാൻ പറ്റൂല. ആത്മജ്ഞാനവും ഞാൻ തന്നെയല്ലേ അനുഭവിക്കുന്നേ. അതെ. സുഖദുഃഖങ്ങൾ മിഥ്യയാണെന്ന് പറയുന്നത് ഇതും എന്താവാം? മിഥ്യയാണെന്ന് പറയാം. അങ്ങനെ പറയാമല്ലോ. എന്നിട്ട് വേണേ ഇതിനെ തട്ടി തെറിപ്പിക്കാൻ. അതാണ് ഈ നമുക്ക് അറിയേണ്ടത് രസം. ഈ വാദം കൊണ്ട് ഇതൊക്കെ ഭാഗവതത്തിലുണ്ടെന്ന് ഭാഗവതം വായിക്കുന്ന ആരെങ്കിലും അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ മന്യഫേ സർവഭാവാനാം സംസ്ഥാഹ്യ ഔത്പത്തിക്ക് യഥാ തത്തത് ആകൃതിഭേദേന ജായതേ ഭിദ്യതി. അതുകൊണ്ട് ആത്മസ്വരൂപമായും നിത്യമായും ഇരിക്കുന്ന ജ്ഞാനം എന്ന് ഒന്നില്ലാത്തതാണ്. ജ്ഞാനമുണ്ട്, പക്ഷെ നിത്യമല്ല. ആത്മസ്വരൂപവും അല്ല. എന്തുകൊണ്ടെന്നാൽ ഓരോ പദാർത്ഥങ്ങളുടെയും ആകൃതിഭേദത്തെ അനുസരിച്ച് ഓരോ ജ്ഞാനം ഓരോരിക്കലുണ്ടാകും. അല്പനേരം നിലനിൽക്കുന്നു, പിന്നെ നശിക്കുന്നു. ഇതല്ലേ ജ്ഞാനം. നമ്മളുണ്ടാകുന്ന ആത്മജ്ഞാനം പോലും അങ്ങനെയല്ലേ? അമ്പലത്തിൽ ഉള്ളിൽ ചെന്ന് കൈകൂപ്പിക്കുന്നു, ഇത് വിഷ്ണു ആണെന്ന് സങ്കല്പിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വിഷ്ണു അല്ല, പിന്നെന്താണ്, പരമാത്മ ഇതിന് സ്വരൂപമാണെന്ന് സങ്കല്പിച്ചു. എപ്രകാരമാണോ വിഷ്ണു അല്ല എന്ന് സങ്കല്പിച്ചത് അതേപോലെ ഇതും അല്ലെന്ന് സങ്കല്പിച്ചല്ലേ പിന്നെ തിരിച്ചു പോരുന്നേ. അതുകൊണ്ട് നാശമില്ലാത്തതായ അറിവാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ജ്ഞാനത്തിന്റെ പരിണാമ സ്വരൂപമാണ് ആത്മാവിനുള്ളത്. ജ്ഞാനത്തിന്റെ ഒരു പരിണാമഭേദമാണ്. അപ്പോൾ വികാരിയായ ആത്മാവിന് നാശമുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. കാരണം വികാരം ജ്ഞാനത്തിന്റെ സ്വരൂപമാണ്. അത് അനിത്യമല്ല, നിത്യമാണ്. കാരണം എന്താണ്? ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വികാരങ്ങൾ ഉണ്ടായി മറിഞ്ഞിരിക്കും. അപ്പൊ എന്താണ്? പല വികാരങ്ങൾ ഉണ്ടായിപ്പോകും. ഈ വികാരം എന്നുള്ള ഒന്ന് നശിക്കുന്നില്ല അല്ലെ? അത് ശരിയാണ്. നമ്മള് പിന്നെ സാഖ്യം തൊട്ടിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ പരിണാമത്തിന്റെ ഒരു ഫലമായിട്ടല്ലേ നമുക്ക് ജ്ഞാനത്തിന്റെ ഒരു പരിണാമമാണ് ആത്മസ്വരൂപം എന്ന് പറയാൻ പറ്റുന്നത്. ആണ്. അതെ, അത്രേ പറ്റുള്ളൂ. അപ്പം ഇന്ദ്രിയാദികളായ മറ്റ് ഘടകങ്ങൾ എപ്പോഴും ഉണ്ട്. ഒരു ഇന്ദ്രിയം നശിച്ചാൽ മറ്റൊരു ഇന്ദ്രിയം ഉണ്ടാകും. ഇന്ദ്രിയം എന്നുള്ള ഭാവന സത്യം ഇല്ലാണ്ടാവുന്നില്ല. മുക്തിയിൽ ഇന്ദ്രിയാദികൾ ഇല്ലാത്തവനായ ആത്മാവ് ജ്ഞാനപരിണാമത്തിന് യോഗ്യതയില്ല എന്നാണ് എങ്കിൽ ജഡരൂപമായ ആത്മാവിനെ പ്രാപിച്ചിട്ട് അത് ഒരു പുരുഷാർത്ഥ പ്രാപ്തിയും നേടാൻ പറ്റത്തില്ല. ആത്മാവ് ജഡമല്ലേ. അതിനെ പ്രാപിച്ചാൽ പിന്നെ എങ്ങനെ അറിയാൻ പറ്റുന്നത്? അതും ജഡമല്ലേ.
അതുകൊണ്ട് പ്രവൃത്തി മാർഗം തന്നെ ശ്രേഷ്ഠം, നിവൃത്തിയല്ല. അതുകൊണ്ട് കർമ്മം ചെയ്യണം. ഇതാണ് മീമാംസന്മാരുടെ വാദം. ഈ വാദമാണ് ഇവിടെ അവതരിപ്പിച്ചത്. മീമാംസന്മാർ കർമ്മവാദികളാണ്. ഒന്നും ചെയ്ത കൈകെട്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് അവർ പറയാം. അതുകൊണ്ടാണ് മന്യഫേ സർവഭാവാനം സംസ്ഥാഹ്യ ഔത്പത്തികി യഥാ തത്തത് ആകൃതിഭേദേന ജായതേ ഭിദ്യതേ ച ധീഹി. അപ്പൊ വാസ്തവത്തിൽ നിങ്ങൾ അദ്വൈതവാദികൾ പറഞ്ഞുകൊണ്ടിരുന്ന ആത്മജ്ഞാനവും ആത്മാവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഈ ലോകവും ഈ ഞാനും എൻ്റെ ബുദ്ധിയും എൻ്റെ അനുഭവവും ഇവിടെ നിലനിൽക്കണ്ടേ? അതില്ലാതെ എനിക്കുണ്ടാവില്ലല്ലോ. അപ്പൊ ശ്രുതികളെ തന്നെ ഏത് രീതിയിലാണ് അവരപ്പോ അതിനെ വ്യാഖ്യാനിച്ച്? അയ്യോ, അത്ഭുതം അത്. ഏ ഏതൊക്കെ രീതികൾക്ക് വ്യാഖ്യാനിച്ച് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചിട്ട് ആ പരമാർത്ഥമായ സത്യം നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം പ്രവൃത്തി മാർഗമാണ് ശ്രുതികൾ പറയുന്നത്, പ്രവൃത്തി മാർഗം തന്നെയാണ് അവലംബിക്കുന്നതെന്ന് അതായിരുന്നല്ലോ അവർ സ്ഥാപിച്ചിരുന്നത്. അപ്പോ ഏത് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചിരുന്നത് സത്യത്തിൽ? ഇങ്ങനെ കൂലങ്കഷമായിട്ട് ചിന്തിച്ചു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അല്ല, അവരുടെ വാദം നമുക്ക് വെറുതെ തള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വാദമല്ലേ? അതെ അതെ അതെ, നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സാറ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഈ പ്രഥമ ദ്വിതീയ സ്കന്ധങ്ങൾ വ്യാഖ്യാനിച്ചപ്പോഴേ ഈ 3 സത്യത്തെ പറഞ്ഞിട്ടുണ്ട്. വ്യാവഹാരിക സത്യം, ആദിവാസിക സത്യം, പരമാർത്ഥിക സത്യം. പറഞ്ഞു. അപ്പൊ ഇത് 3 ഇതിലെ ഈ വ്യാവഹാരിക സത്യമാണ് ഇപ്പൊ പറയുന്നല്ലേ സാറ്? വ്യാവഹാരികമുണ്ട്, ആപേക്ഷിക സത്യമുണ്ട്, രണ്ടും അതിനെക്കുറിച്ചാണ്. അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജീവാത്മാവും ഞാനും ഇവിടെ കാണുന്ന ഈ പ്രാപഞ്ചിക പദാർത്ഥങ്ങളും ഘടകങ്ങളും ഇവിടെ ഉള്ളിടത്തോളം കാര്യമേ എനിക്ക് ഈ അനുഭവത്തിന്, ഈ ആത്മജ്ഞാനത്തിന് നേടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് ആപേക്ഷികത ഉണ്ട് എന്ന് മാത്രം. അതാണ് ഇനിയും പറയാൻ പോകുന്നത്, വരുന്നുണ്ട്. ഏവമപ്യംഗപർവേഷം ദേഹിനം ദേഹയോഗത കാല അവയവത സന്ധി ഭാവ ജന്മാദയോ ഫകൃത്. ഏവമപി, ഇപ്രകാരമൊക്കെ ആണെങ്കിലും, ഏവമപി അംഗ പൂജ്യ എന്ന് സംബോധനയാണ്. സർവേഷാം ദേഹിനാം, എല്ലാ ജീവികൾക്കും ദേഹികൾക്കും ദേഹയോഗത, ശരീരവുമായിട്ടുള്ള ചേർച്ച ഉള്ളത് കൊണ്ട് കാല അവയവത, കാലത്തിന്റെ അവയവങ്ങളിൽ കൊണ്ടുണ്ടാകുന്ന, കാലത്തിന്റെ അവയവങ്ങൾ നിമേഷം വരെ വരും അല്ലേ? വർഷങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ, ദിവസങ്ങൾ, മണിക്കൂറുകൾ, പിന്നെന്താണ് അതിനകത്ത് മിനിറ്റുകൾ എന്നിങ്ങനെ അത് നിമേഷാദികൾ കൊണ്ട് ജന്മം മുതലായ ഭാവങ്ങൾ, വികാരങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ട് തന്നെ. ജന്മാദയോ അഫകൃത്ത്, അഫകൃത് എല്ലായ്പ്പോഴും, ഫകൃത്ത് ഒരിക്കൽ, അഫകൃത് എല്ലായ്പ്പോഴും. കാല അവയവത ജന്മാദയോ ഭാവാഹ, കാലത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന ജന്മാദികളായ ഭാവങ്ങൾ അഫകൃത് സന്ധി, എല്ലായ്പ്പോഴും ഉണ്ട് തന്നെ. ഇനിയും ഈ പറഞ്ഞ മീമാംസന്മാരുടെ വാദത്തിന് അനർത്ഥമുണ്ടാക്കാനുള്ള ഒരു കാരണമുണ്ട് എന്ന് പറയാൻ പോവാണ്. അതിനുവേണ്ടി അതിലെ ദോഷങ്ങൾ ഓരോന്നെടുത്ത് പറഞ്ഞിട്ട് ഖണ്ഡിക്കാൻ പോവാണ്. ഹേ പൂജ്യ, ഈ മേൽപ്പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കാവുന്നതാണ്, ശരിയാണ്. പ്രവൃത്തി മാർഗത്തിൽ ആണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു, ശരിയാണ്, സമ്മതിച്ചു. പക്ഷെങ്കില് ആ പ്രവൃത്തി മാർഗത്തിൽ
ധാരാളം അനർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. സുഖം മാത്രമല്ലല്ലോ. അനർത്ഥ പരമ്പരകൾ ഉണ്ടാകും. കുറേ കാലത്തേക്ക് സുഖം ഉണ്ടാവാതിരിക്കാം. ഇതൊക്കെ നമുക്ക് അനുഭവസിദ്ധമാണ്. എല്ലാ ദേഹികൾക്കും ദേഹയോഗം കൊണ്ട് ഇതുണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ജീവികൾക്കെല്ലാം ശരീരബന്ധമുണ്ടെന്നും മീമാംസകന്മാർ സമ്മതിക്കുന്നുണ്ടല്ലോ. ജീവികൾക്കെല്ലാം എന്തുണ്ട്? ശരീരബന്ധം ഉണ്ട്. നിമേഷം മുതൽ സംവത്സരം വരെയുള്ളതൊക്കെ വളർന്ന് വളർന്ന് നാശമില്ലാതിരിക്കുന്ന കാലത്തിനുള്ളിൽ ജന്മമരണങ്ങൾ പ്രാപിച്ചുകൊണ്ട് തന്നെ ചുറ്റിത്തിരിയുന്നു. അപ്പോൾ ജീവന്മാർക്ക് ദുഃഖത്തിന് അവസാനമില്ല എന്നതാണ് മേൽപ്പറഞ്ഞ വിഷയത്തിൽ നമുക്ക് കിട്ടിയത്. കാലമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ആ കാലത്തിനുള്ളിൽ ജനിച്ചു മരിച്ച് ആ ജന്മമരണങ്ങളാകുന്ന ചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞ് പോകുന്ന ജീവന്മാർക്ക് ഈ സുഖദുഃഖങ്ങൾക്കൊരു അവസാനമില്ലല്ലോ. ഇതെന്ന് തീരും എന്ന് പറയാൻ പറ്റില്ല. ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം, ഈ ലോകത്തിലെ കാലം നിലനിൽക്കുന്നിടത്തോളം, അതിൽ ഞാൻ നിലനിൽക്കുന്നിടത്തോളം, ഞാൻ ഈ പദാർത്ഥങ്ങളെ അനുഭവിക്കുന്നിടത്തോളം എന്നിങ്ങനെ പോവില്ല. അത് എത്ര ശരീര പരിഗ്രഹ തത്ര ദുഃഖം. ശരീരം സ്വീകരിക്കുന്നത് കൊണ്ട് ദുഃഖാദികളായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ദേഹമുള്ളവർക്കൊക്കെ ദുഃഖവും ഉണ്ട് എന്നുള്ള ഒരു ന്യായത്തെ മീമാംസകന്മാർക്ക് ഖണ്ഡിക്കാൻ പറ്റുന്നില്ല. അവരുടെ മതം സ്വീകരിച്ച ദുഃഖം ഇല്ലാണ്ടാകുമോ? അതുമില്ല. അപ്പൊ മീമാംസകന്മാരുടെ മതം അംഗീകരിച്ചാൽ ഭൗതിക ലോക ജീവിതം നിത്യനരകമായി ദുഃഖപൂർണമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും എന്നാണോ അവർ പറയാൻ വരുന്നത്? അതായത് ഈ ജന്മമരണ പരമ്പര അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും, അവസാനമില്ല. മോക്ഷം എന്ന് പറയുന്ന സങ്കല്പം അവിടെ വരുന്നില്ലല്ലോ. ഇത് എവിടെയാണ് അന്ത്യം ഉണ്ടാകുക? ദേഹികളെന്നും ദേഹികളായിട്ട് തന്നെ നിലനിൽക്കും. അപ്പൊ ഇതിന് അന്ത്യം എവിടെ ഉണ്ടാകും? അവിടെയാണ് മറ്റൊരു ചിന്ത വരേണ്ടത്. അതാണ് ചോദിക്കാൻ പറ്റുന്നത്. മീമാംസകന്മാരുടെ ആദ്യത്തെ വാദത്തെ ഖണ്ഡിക്കാൻ മറുപടിയാണ്. വിദഗ്ധമായിട്ടാണ് ഓരോന്നും ഖണ്ഡിച്ചു കൊടുക്കാൻ പോവാ. ഏവമപ്യംഗസർവേഷം ദേഹിനം ദേഹയോഗതാം കാലാവയവതഃ സന്തി അവ ജന്മാദയോ ഫകൃത്. ഏവമപ്യംഗസർവേഷം ദേഹിനം ദേഹയോഗതാം കാലാവയവതഃ സന്തി അവ ജന്മാദയോ ഫകൃത്. അത്രാപി കർമ്മണം കർത്തുഃ അസ്വാതന്ത്ര്യം ച ലക്ഷ്യതേ ഭോക്തുശ്ച ദുഃഖസുഖയോ അന്വർത്ഥോ വിവശം ഭജേത്. ഇതിലുമുണ്ട് അത്രാപി, ഇവിടെയും. എന്താണ്? കർമ്മണം കർത്തുഃ അസ്വാതന്ത്ര്യം ച ലക്ഷ്യതേ. കർമ്മങ്ങളുടെ കർത്താവ് അവർക്ക് സുഖദുഃഖങ്ങളുടെ ഭോക്താവായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭോക്തുശ്ച സുഖദുഃഖയോ ആയതുകൊണ്ട് ജീവന് അസ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള അവസ്ഥ കാണപ്പെടുന്നില്ലേ? ഈ കർത്താക്കളും ഭോക്താക്കളുമായി ഒരു ജീവൻ അനുഭവിക്കുന്നതിന് സ്വാതന്ത്ര്യമില്ലല്ലോ. എനിക്ക് ഒന്ന് മാത്രമേ ലഭിക്കൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇത് രണ്ടും മാറി മാറി അനുഭവിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് വിവശം ഭജേത്,
എന്തിന്റെ ഒരു വശത്തായിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്? ഒന്നീ സുഖത്തിന്റെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ. എനിക്കെവിടെയാ സ്വാതന്ത്ര്യം? അർത്ഥ ഭജേത്. ഇതുകൊണ്ട് എന്താ നേടാൻ പോവാ? എന്താ? കർമ്മം ചെയ്യുന്നു, കർമ്മം ചെയ്യണ കർത്താവുണ്ട്, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ഭോക്താവായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായ സുഖമോ ദുഃഖമോ മാത്രമേ ഇയാൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. എവിടെ സ്വാതന്ത്ര്യം? സ്വന്തം ഇച്ഛ അനുസരിച്ച് പറ്റുമോ? ഇല്ല. കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇത് സ്വതന്ത്രനാണോ? അല്ല, ബന്ധിതനാണ്. ഇച്ഛയില്ലാത്ത കർമ്മങ്ങൾ ചെയ്യേണ്ടി വരികയും ചെയ്യും, ദുഃഖവും അനുഭവിക്കേണ്ടി വരും. എന്നാ പിന്നെ എന്തിനാ ചെയ്യാൻ പോയതനുസരിച്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ഓരോ കാലത്തിലും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു, അതിന്റെ ഫലങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. അതാണ് അസ്വതന്ത്രത. കാരണം കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. ഇല്ല, പിന്നെ എന്ത് സുഖം ഉണ്ടാവുക? അതുകൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും സ്ഥിരവും നിത്യവുമാണെന്ന് താങ്കൾ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒരു അവസാനമില്ലല്ലേ? അതെ, രണ്ടാമത്തെ വാദത്തെ ഖണ്ഡിക്കുകയാണ്. ഇവർ മീമാംസകൻ പറഞ്ഞുകൊണ്ട് ഓരോ വാദവും ഖണ്ഡിച്ചു കൊടുക്കാറ്. കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ എന്താണ്? അസ്ഥിരമാണ് എന്നല്ലേ പറഞ്ഞുകൊണ്ട് വന്നേ. അത് വാസ്തവത്തിൽ സ്ഥിരവും സത്യവുമല്ലേ? ഇപ്പൊ പ്രവൃത്തി മാർഗത്തിന്റെ ഏറ്റവും വലിയൊരു എന്താ പറഞ്ഞ അല്ല, പ്രവൃത്തി മാർഗത്തിലല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതെ, ഇവിടെ നിൽക്കുമ്പോ ഇതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇത് സ്ഥിരമല്ലല്ലോ, വന്നു പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. സ്ഥിരമല്ലെങ്കിൽ എന്ത് ചെയ്യാം? മാറ്റിക്കളയാമല്ലോ. അസ്ഥിരം എന്നുള്ള വാക്ക് തന്നെ അതിനല്ലേ വരിക. അതെ. അല്ല, അത് തന്നെയല്ല, ഇത് ഈ കാലചക്രത്തിൽ കിടന്ന് കളിക്കുമല്ലാതെ ഇതിൽ നിന്നും മറ്റൊരു മോക്ഷം എന്ന് പറയുന്ന ഒരു മാർഗത്തിലോട്ട് എത്താൻ പ്രവൃത്തി മാർഗത്തിന് പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണല്ലോ ഈ നിൽക്കുന്നത്. മുൻപ് പ്രവൃത്തി മാർഗത്തിന് നിത്യത എടുത്തു കാണിച്ചെങ്കിൽ ഇപ്പോഴതിനെ ഖണ്ഡിക്കാം. കാരണം അസ്വതന്ത്രതയുണ്ട്. അതെ, ഒന്നും തന്നെ അനുഭവിക്കാൻ പറ്റില്ല. അതെ, ഇച്ഛിക്കുന്ന അനുഗ്രഹിക്കാൻ പറ്റില്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നിറവേറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് ജീവാത്മഭാവം വിട്ട് മറ്റൊരു ശക്തി ഇല്ലേ എന്ന് പറയേണ്ടി വരും. അതല്ലേ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതെ, അതെ. അവിടേക്ക് കിടക്കാൻ പോവാണ്. അത്ര വിദഗ്ധമായിട്ടാണ് കൊണ്ടുപോവുക. അത്രാപി കർമ്മണാം കർത്തുഃ അസ്വാതന്ത്ര്യം ജലക്ഷ്യതേം ഭോക്തുശ്ച ദുഃഖഭുഗയോ പുനർത്ഥോ വിവശം ഭജേത്. അത്രാപി കർമ്മണാം കർത്തുഃ അസ്വാതന്ത്ര്യം ജലക്ഷ്യതേം ഭോക്തുശ്ച ദുഃഖഭുഗയോ പുനർത്ഥോ വിവശം ഭജേത്. ബാക്കി വാദങ്ങളിലേക്ക് അടുത്ത സംഭവം. ഒത്തിരി വാദങ്ങൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ ഇപ്പൊ തന്നെ ഒരു പാകമാകാത്ത അവസ്ഥയിലാണ്. അപ്പൊ പിന്നെയും അതിനെ പറയാതെ ഈ ഉള്ളത് എന്ന് ദഹിച്ച് പാകമാക്കാമോ നോക്ക്. അതെന്നെങ്കിൽ നമുക്ക് പിന്നെ ബാക്കി അടുത്ത ദിവസങ്ങളിലേക്ക് നോക്കാം. 1 മണിക്കൂറിന് പോയി ഇതും കൊണ്ട്. സമയം പോകുന്ന അറിയുന്നില്ല. അറിയത്തില്ല. മീമാംസന്മാരുടെ കൂടെ പോയിട്ട് തിരിച്ചു വരാൻ പോയതാണ്. ആ വാദം പറയാതെ നമുക്കിത് പറയാൻ പറ്റത്തില്ല. ശരിക്കും പഠിക്കുമ്പോ അതും കൂടി പറഞ്ഞിട്ട് വേണം എന്റെ ഖണ്ഡനത്തിലേക്ക് പോകാൻ. ഇവിടെ നിന്നുകൊണ്ടല്ലേ നമുക്ക് അത്ര ഇതിനപ്പുറത്തുള്ള കാര്യത്തെ സമർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അത്രേ പറ്റൂ.
അപ്പൊ ഇതിനകത്ത് മീമാംസന്റെ വാദമുണ്ടെന്നോ എന്നെ ఖండిക്കുന്നോ ആർക്കറിയാം? ആരും അറിയാറില്ല, ചിന്തിക്കാറുമില്ല, എങ്ങും ഒരാളും പറഞ്ഞു കേൾക്കാറുമില്ല. എന്തായാലും നമുക്ക് ഭാഗവതം പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചു പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഏകാദശത്തിന്റെ വിഷയത്തിന്റെ ഗൗരവം ഇവിടെയാണ്. ഇങ്ങനെ പോയാ മതി. അത്ര ഇന്നിപ്പോ 2-3 ശ്ലോകേ തീരുള്ളൂ. പക്ഷെ അത് മതി, നമുക്ക് ആ വിഷയത്തിലോട്ട് പോകാൻ. ഏകാദശമൊക്കെ ഇങ്ങനെ സാറിന്റെ മുന്നിലിരുന്ന് നേരിട്ട് നമ്മൾ വായിച്ച് ഇത് പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ശരിക്കും ഗുരു സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്ന അത് സാറിന്റെ ആ പ്ലേലിസ്റ്റ് ഒന്ന് ഒരു 3-4 പ്രാവശ്യം കേട്ടാൽ ഇത് നല്ലോണം ഉറക്കുള്ളൂ. ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്നാലും അത് മുഴുവൻ ഗ്രാസ്പ് ചെയ്യണം. പിന്നെ കേട്ടോ ഒന്ന് ചിന്തിക്കണം, അപ്പൊ ശരിയാവും. ചിന്തിക്കണം, നിറയെ ചിന്തിക്കാനുണ്ട് ഒരുപാട്. ഇത് ശരിക്കും നേരത്തെ പറഞ്ഞതിനെല്ലാം വിപരീതമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. അതെ അതെ, അവിടെയാണ്. അപ്പൊ നമ്മൾ ഇനി അത് സ്ഥാപിക്കുമായിരിക്കും ഇതില് തന്നെ വരുമായിരിക്കും. ഓരോന്നിനും ഖണ്ഡിക്കുന്നില്ല, ഒത്തിരി ദൂരം പോകുന്നില്ല, അടുത്ത സ്ഥലത്തിൽ കൂടി ഖണ്ഡിച്ചു വിടാതില്ല. ഇതൊക്കെ പറയുമ്പോ ഒരു അപരിചിതത്വം ഇപ്പൊ നമുക്ക് തോന്നുന്നില്ലല്ലോ. ഇല്ലല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റേ ഉറപ്പിച്ചിട്ടാണല്ലോ വരിക. എങ്കിലും ഇങ്ങനെ ചില വാദങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഉന്നയിച്ചാൽ അവർക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റണം. അല്ല, ഇപ്പൊ ഞാനതാ സാധാരണക്കാർക്ക് വരുന്ന സംശയങ്ങളാണ് ഇതെല്ലാം. അത് കൊണ്ട് പറയിപ്പിക്കുന്നേ ഉള്ളൂ. അതൊരു ശാസ്ത്ര വഴി കൂടെ അവതരിപ്പിച്ചത് മാത്രം. മീമാംസയൊക്കെ കുറെ കൂടെ ആധികാരികമായിട്ട് നമ്മൾ പഠിക്കണം. പഠിക്കുന്നത് നല്ലതാണ്. തുടങ്ങി വെച്ചതെങ്കിലും എത്തിയില്ല, എങ്ങും ആയില്ല. അത് തുടങ്ങി പേരിന് പോലും ആയതുമില്ല. നമുക്ക് മീമാംസ ശാസ്ത്രത്തിൽ കൂടെ തന്നെ പോകണം, സൂത്രങ്ങളിലൂടെ തന്നെ പോകണം. സൂത്രങ്ങള് നമുക്ക് ഇനിയൊരു ടോപ്പിക് അത് വെക്കാം. അതെ, എങ്കിലേ ജൈമിനിയുടെ സൂത്രങ്ങൾ, എങ്കിലേ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്ന് ആസ്വദിച്ച് നന്നായിട്ട് ഉൾക്കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശരിക്കും എന്താണ്, ഭാഗവതം പഠിക്കണമെങ്കിലോ പഠിപ്പിക്കണമെങ്കിലോ മീമാംസ അറിയണം, വ്യാകരണം അറിയണം, വേദാന്തം അറിയണം, തർക്കം അറിയണം, സാഹിത്യം അറിയണം. അതെ, ഇതൊക്കെ അറിഞ്ഞതേ പറ്റുള്ളൂ. എല്ലാം അറിയണം. ഇതൊന്നും അറിയാത്തവരിപ്പോ ഭാഗവതം വ്യാഖ്യാനിച്ച് പറഞ്ഞ 100 ആചാര്യന്മാരാണ്. എല്ലാരും ആചാര്യന്മാരാണ്. മീമാംസനെ കേട്ടിട്ട് പോലും ഇല്ലാത്തവരാണ്. നമുക്ക് ഇത്രയൊക്കെ അറിയാൻ പറ്റില്ലോ ഈ വഴി കൂടെ പോകുന്നു. ഇങ്ങനെ സാറിന്റെ മുഖത്ത് നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യമെങ്കിലും ഞങ്ങൾക്കൊക്കെ തന്നെ ഒരു കാര്യം. എന്ത് ചെയ്യും? അല്ല, നമ്മള് പറഞ്ഞു പോകുമ്പോ ഇതിനുള്ള നീതി പുലർത്തി തന്നെ പോകണമല്ലോ. നമുക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതും ഒരു വെറും വ്യായാമമായിട്ട് പോകും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്താ കാര്യം? അല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് സാറിനൊന്നും ഒരിക്കലും അത് പറ്റില്ലല്ലോ. കാരണം വ്യാസനോടുള്ള കടപ്പാട് നമ്മളില്ലാതാക്കി. തീർച്ചയായിട്ടും അതാണല്ലോ വേണ്ടത്. അല്ല ഓരോ കാലത്തിലും ആരെങ്കിലും ഒക്കെ ഇതിങ്ങനെ പറയുമെന്ന് വേദവ്യാസനും കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അറിയാം. ആരോഹ്യം നിരവധി വിപുരാജപൃഥ്വി ഉത്പത്സ്യതേ മമച കോപി സമാനധർമ്മ. എന്നെ പോലെ സമാനധർമ്മമുള്ള ഒരാളെ എന്തെങ്കിലും ഒരിക്കലും ഉണ്ടായേക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. ഉത്പത്സ്യതേ എന്ന് ഭാവികാരമാണ്. ഉണ്ടായേക്കാം മാമച, എന്നോട് കൂടി ചേരുന്ന ആൾക്കാർ കോപി സമാനധർമ്മ. എന്നെ പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും കാലത്തുണ്ടായേക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഒരുപക്ഷെ പിന്നെ ഹർഷനും ഒക്കെ ഒരുപക്ഷെ വേദവ്യാസന്റെ ആ ഒരു പ്രചോദനത്തിൽ നിന്നും തീർച്ചയായിട്ടും അവർക്കെല്ലാം കാളിദാസനും ഹർഷനും ബാക്കി എല്ലാവർക്കും ഈ ഒരു പ്രചോദനം ശരിക്കിട്ടിട്ടുണ്ട് വ്യാസന്റെ.
എല്ലാവർക്കും പറ്റില്ല. അത് നന്നായിട്ട് പഠിച്ചു വന്നവരാണല്ല. ഇപ്പം നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. ബാക്കി അടുത്ത ദിവസത്തെ നോക്കാം. അതുകൊണ്ട് തന്നെയല്ലേ പറയുന്നത് വ്യാസോത്തിഷ്ടം ജഗത്സർവം എന്ന് പറയുന്നത്. ജഗൽ സർവം. അതെ അതെ, വ്യാസന്റെ ബാക്കിയാണ് മുഴുവൻ. ഈ 10ാം അധ്യായം വാസ്തവത്തിൽ ഭാഗവതത്തിന്റെ ഒരു വലിയ ഹൃദയമാണ്. ശരിക്കും ഏകാദശത്തിന്റെ നടുക്ക് കൊണ്ടുവച്ചിരുന്ന സുന്ദരമായ ഒരു ഭാഗമാണിത്. ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകാദശം നമുക്ക് ഏകദേശം കിട്ടും. ഇതുവരെ ഇങ്ങോട്ട് കടക്കാനുള്ള ആമുഖമാണ് പറഞ്ഞുകൊണ്ട് തന്നെ വിഷയത്തിലോട്ട് പ്രവേശിച്ചപ്പോഴാണ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം സർ. നമസ്കാരം സർ.